അപ്പേ എന്തോ ഈ തണൽ മരങ്ങളൊക്കെ ഒരു നാള് വിറകായി മാറുമെന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാ? അപ്പൂനിപ്പോൾ ഞാൻ നല്ലൊരു തണൽമരാണ്. എല്ലാ കാര്യങ്ങൾക്കും അപ്പൂൻ്റെ കൂടെയുണ്ട്. പക്ഷേ എൻ്റെ വരുമാനം നിലച്ചു കഴിയുമ്പോൾ പിന്നെ എന്നിൽ നിന്നൊന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ സ്നേഹോ? കിട്ടാനില്ലാതെ വരുന്ന സമയത്ത് അപ്പൂൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പലർക്കും ഈ തണൽ മരങ്ങളൊക്കെ ഭാരമായി മാറും. പിന്നെ അത് വിറകായി മാറും. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർഡായി. അപ്പോൾ അതുവരെ അദ്ദേഹം 58 വയസ്സ് വരെ വണ്ടി ഓടിച്ചിട്ടാണ് കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ റിട്ടയർഡായ സമയത്ത് വരുമാനമില്ല, പെൻഷനില്ല. മകനോട് 500 രൂപ ചോദിച്ചപ്പോൾ അവൻ വളരെ ദേഷ്യപ്പെട്ട് മുഖഭാവമൊക്കെ മാറ്റിയിട്ട് ഒരു 500 കൊടുത്തു. അദ്ദേഹം ടൗണിൽ വന്നിട്ട് കുറച്ച് ഉണക്കമീനും ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി എല്ലാം വാങ്ങിയപ്പോൾ ഓട്ടോയ്ക്ക് കൂലിയില്ല, നടന്നു പോയി ആ വാർദ്ധക്യത്തിനും കുറച്ച് ദൂരം വീട്ടിലേക്ക്. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും മകനോട് നിൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇതെന്താ കഴിഞ്ഞ ആഴ്ച തന്ന 500 തീർത്തോ, നിങ്ങളിത് എന്ത് കണ്ടിട്ടാണെന്നും പറഞ്ഞിട്ട് അത്രയും കാലം കുടുംബം പോറ്റി ആ മനുഷ്യനെ ഈ മകൻ എന്ത് ചെയ്തു, അവഹേളിക്കുക ചെയ്തത്. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് തണൽ തന്ന മരങ്ങളെല്ലാം ഒരിക്കൽ വിറകായി മാറുമെന്ന് പറയുന്നത്. ഈ വളർത്തിയതും പോറ്റിയതും ഒക്കെ ഓർക്കുന്ന മക്കൾ അങ്ങനെ ചെയ്യില്ല. ഓർക്കാത്ത മക്കൾ ഇതുപോലെ കൊല്ലാക്കൊല ചെയ്യും. ആരും അങ്ങനെ ആവാതിരിക്കട്ടെ. ബി ഹാപ്പി. ബി ഹാപ്പി.